അലൈക്കും വറഹ്മത്തുള്ളാഹ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഇന്ന് സ്വാഫാത്തിലെ 99 മുതലുള്ള ആയത്തുകൾ 102 വരെയുള്ള ആയത്തുകളാണ് നമ്മൾ പഠിക്കുന്നത്. 4 ആയത്തുകളാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. وقال إني ذاهب إلى ربي سيهدين رب هب لي من الصالحين فبشرناه بغلام حليم فلما بلغ معه السعي قال يا بني إني أرى في المنام أني أذبحك فانظر ماذا ترى قال يا أبت افعل ما تؤمر ستجدني إن شاء الله من الصابرين. ഇൻഷാല്ലാ ഇത്രയാണ് നമ്മൾ എടുക്കുന്നത്. ഇൻഷാല്ലാ എന്ന് ഒന്ന് ഓതാവേ. أعوذ بالله من الشيطان الرجيم. وقال إني ذاهب إلى ربي سيهدين رب هب لي من الصالحين فبشرناه بغلام حليم فلما بلغ معه السعي قال يا بني إني أرى في المنام أني أذبحك فانظر ماذا ترى قال يا أبت افعل ما تؤمر ستجدني إن شاء الله من الصابرين. അപ്പോൾ ഇത്രയാണ് ഇൻഷാല്ലാ 99 ആയത്ത്. വഖാല ഇന്നി ദാഹിബുൻ ഇലാ റബ്ബി സയഹ്ദീൻ. സുക്കൂനിൽ നമ്മൾ വഖഫ് ചെയ്യും. സയഹ്ദീനി എന്നുള്ളത് സയഹ്ദീൻ. റബ്ബി ഹബ്ലി സ്വാദാണ് മിനസ്വാലിഹീൻ. ഫബശ്ശർനാഹു ബിഗുലാമിൻ ഹലീം. ഹ എന്ന അക്ഷരങ്ങളൊക്കെ ഒന്ന് പ്രത്യേകം നമ്മൾ പാരായണത്തിൽ ശ്രദ്ധിക്കുക, വേറൊരക്ഷരമായി മാറിപ്പോകാതെ. ഇതില് 99 ആയത്ത്. വഖാല ഇന്നി ദാഹിബുൻ ഇലാ റബ്ബി സയഹ്ദീൻ. ഇതാണ് 99 ആയത്ത്. വഖാല അദ്ദേഹം പറയുകയും ചെയ്തു. ആ വാവ് അവിടെ അത്ഫാണ്, മുകളിലെ ആയത്തുമായി ചേർന്ന് വരുന്നതാണ്. വഖാല അദ്ദേഹം പറയുകയും ചെയ്തു. ഇന്നി എന്ന് പറഞ്ഞാൽ തീർച്ചയായും ഞാൻ. ഇന്നി തീർച്ചയായും ഞാൻ.
ഇന്ന എന്ന് പറയുമ്പോൾ തീർച്ചയായും എന്നുള്ള അർത്ഥമാണ്. ഇന്നി എന്ന് പറയുമ്പോൾ തീർച്ചയായും ഞാൻ. ഇന്ന എന്ന് പറയുമ്പോൾ തീർച്ചയായും ഞങ്ങൾ. അതേപോലെ ഇന്നക്കും തീർച്ചയായും നിങ്ങൾ, ഇന്നഹും തീർച്ചയായും അവർ. അങ്ങനെ ലമീർ മാറുന്നതിനനുസരിച്ച് അർത്ഥം മാറും. ഒക്കെ ഖുർആനിലുള്ളതാണ്. വക്കാല അദ്ദേഹം പറയുകയും ചെയ്തു, ഇന്നി തീർച്ചയായും ഞാൻ, ദാഹിബ്. ദാഹിബ് എന്ന് പറഞ്ഞാൽ പോകുന്നവൻ എന്നാണ്. ദഹബ എന്ന ക്രിയയുടെ ഇസ്മ ഫാഇൽ രൂപമാണ് ദാഹിബ്. ദഹബ പോയി, യദ്ഹബു എന്ന് പറഞ്ഞാൽ പോകുന്നു അല്ലെ പോകും, രണ്ടർത്ഥവും പറയും. ദഹബൻ അല്ലെങ്കിൽ ദിഹാബ് എന്ന് പറഞ്ഞാൽ പോക്ക് എന്നാണ്. ദിഹാബ് പോക്ക്. അതുപോലെ ദാഹിബ് അതിന്റെ ഇസ്മ ഫായിലായിട്ട് വരും. അപ്പൊ പോകുന്നവൻ. അപ്പൊ അദ്ദേഹം പറയാണ് തീർച്ചയായും ഞാൻ പോകുന്നവനാണ്. എങ്ങോട്ട്? ഇലാ റബ്ബി, എൻ്റെ റബ്ബിങ്കലേക്ക്, എൻ്റെ റബ്ബിന്റെ അടുത്തേക്ക്. ആ റബ്ബിന്റെ അടുത്തേക്ക് ഞാൻ പോയാൽ എനിക്ക് എന്ത് ലഭിക്കും? സയഹ്ദീൻ. അതിന്റെ ജവാബാണ് ഏറ്റവും അവസാനമുള്ളത്. സയഹ്ദീൻ, എൻ്റെ റബ്ബെന്നെ വഴി നടത്തും, എൻ്റെ റബ്ബെനിക്ക് മാർഗദർശനം നൽകും. അപ്പൊ ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറയാണ്, തീർച്ചയായും ഞാൻ എൻ്റെ റബ്ബിങ്കലേക്ക് പോവുകയാണ്, അവൻ എനിക്ക് മാർഗദർശനം നൽകിക്കൊള്ളും എന്ന്. അപ്പൊ ഇവിടെ ഈ ആയത്ത് വിശദീകരിക്കുന്നിടത്ത് മുഫസ്സിറുകൾ പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഇങ്ങനെ പറയാൻ കാരണം. ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിന്റെ അവസാനത്തിൽ പറഞ്ഞു, അതായത് തീക്കുണ്ടാരം ഉണ്ടാക്കി അതിലിട്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ കരിച്ച് കൊല്ലാൻ അവർ എല്ലാ തന്ത്രവും മെനഞ്ഞു. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല അത് പരാജയപ്പെടുത്തി. അപ്പൊ അത് വലിയൊരു കാര്യമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ സഹായം ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനുണ്ടായി. അപ്പൊ ഒരു തീയിലേക്ക് ഇട്ടിട്ട് പോലും അദ്ദേഹത്തെ ആ തീയിലിട്ട് കരിച്ചു കൊല്ലാൻ അവർക്ക് കഴിഞ്ഞില്ല. അള്ളാഹു അത്ഭുതകരമായി അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി. ഇത് വലിയൊരു അത്ഭുതമായിരുന്നു. അവർക്കത് വലിയൊരു ദൃഷ്ടാന്തം കൂടിയായിരുന്നു. പക്ഷെ ആ ഒരു വലിയ ദൃഷ്ടാന്തം കണ്ടിട്ട് പോലും, കണ്ണുകൊണ്ട് കണ്ടിട്ട് പോലും ബഹുദൈവാരാധനയിൽ നിന്നവർ പിന്തിരിയാൻ തയ്യാറായില്ല. അപ്പം മുഫസ്സിറുകൾ പറയുന്നുണ്ട്, ഇറാഖിലെ ആ ജനതയിൽ അദ്ദേഹത്തിന്റെ ജന്മനാടാണല്ലോ, അപ്പൊ ആ ജനതയിൽ അദ്ദേഹം നിരാശപ്പെട്ടു. ഇനി ഈ ആളുകളൊന്നും ഒരിക്കലും നന്നാവില്ല. അങ്ങനെ അദ്ദേഹം നാട് വിട്ടുപോകാൻ തീരുമാനിക്കുകയാണ്. അപ്പോഴാണ് പറയുന്നത് ഇന്നി ദാഹിബുൻ ഇലാ റബ്ബി എന്ന്. അപ്പൊ ഈ ആയത്ത് വിശദീകരിക്കുന്നിടത്ത് മുഫസ്സിറുകൾ പറയുന്നുണ്ട്, ആദ്യമായിട്ട് ഹിജറ പോയ പ്രവാചകനാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം എന്ന്. ആദ്യമായിട്ട് ഹിജറ പോയ പ്രവാചകൻ. തഫ്സീർ ഖുർത്തുബിയിൽ കാണാം, ഖാല മുഖാത്തിൽ പറഞ്ഞു, ഹുവ അവ്വലു മൻ ഹാജറ മിനൽ ഖൽഖി മഅ ലൂത്തിൻ വസാറ. ലൂത്ത് നബിയുടെയും സാറയുടെയും കൂടെ, ഭാര്യ സാറയുടെയും കൂടെ ആദ്യമായി സൃഷ്ടികളിൽ നിന്ന് ഹിജറ പോയ വ്യക്തിയാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം. അദ്ദേഹം പോയത് എങ്ങോട്ടാണ്? ഇലൽ അർലിൽ മുഖദ്ദസത്തി വഹിയ അർലു ഷാം. പരിശുദ്ധമായ ഷാം എന്ന നാട്ടിലേക്കാണ് അദ്ദേഹം ഹിജറ പോയത്. പിന്നെ ഇന്നി ദാഹിബുൻ എന്നതിന് കാണാം, കീല ബി അമലി വ ഇബാദത്തി, എൻ്റെ അമലുകളും എൻ്റെ ഇബാദത്തുകളായിട്ട് ഞാൻ പോവാണ്, നിങ്ങളെ വിട്ടിട്ട് പോവാണ്. പിന്നെ ആയത്തിൽ വരുന്ന അവസാനത്തെ പദം സയഹ്ദി എന്നാണ്. എൻ്റെ റബ്ബെന്നെ നേർമാർഗത്തിലേക്ക് നയിക്കും. അവിടെ ഉദ്ദേശിക്കുന്നത് സയഹ്ദീനി റബ്ബി ഇലൽ ജന്ന, എൻ്റെ റബ്ബെന്നെ സ്വർഗത്തിന്റെ വഴി എനിക്ക് കാണിച്ചു തരും എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നാണ്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ഈ ആയത്തുമായി ബന്ധപ്പെട്ട് മുഫസ്സിറുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നർത്ഥം. അപ്പൊ ഇതൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. അപ്പൊ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പോവാണ്. പിന്നീട് അടുത്ത ആയത്തിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ഒരു പ്രാർത്ഥനയാണ് അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് പറഞ്ഞു തരുന്നത്. ആ പ്രാർത്ഥന എന്താ? റബ്ബി ഹബിലി മിനസ് സ്വാലിഹീൻ എന്നാണ്. റബ്ബി ഹബിലി മിനസ് സ്വാലിഹീൻ. ഈ പ്രാർത്ഥന ഇബ്രാഹിം നബി അലൈഹി സ്വലാം നടത്താൻ തുടങ്ങിയിട്ട് കുറെ കാലമായി. അദ്ദേഹത്തിന് വാർദ്ധക്യത്തിലേക്ക് എത്തി. നമ്മുടെയൊക്കെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ അള്ളാഹിനോട് നമ്മളൊരു ബുദ്ധിമുട്ട് പറയും, പ്രയാസം പറയും. അത് നമുക്ക് ലഭിച്ചില്ലെങ്കിൽ നമുക്ക് പൊറുതികേടായിരിക്കും.
പടച്ചോൻ പ്രാർത്ഥന കേൾക്കാത്തവനാണോ എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ട്. അള്ളാഹുവിൻ്റെ കാര്യത്തിൽ കാരുണ്യത്തിൽ നിരാശപ്പെടുന്നവരുണ്ട്. റബ്ബിനോട് ഇനി പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല എന്ന് പറയുന്നവരുണ്ട്. അങ്ങനെയൊക്കെയുള്ള ആളുകൾക്ക് മാതൃകയാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ ജീവിതം. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് വിവാഹം കഴിഞ്ഞ് അദ്ദേഹത്തിന് കുഞ്ഞുങ്ങളുണ്ടായില്ല. അങ്ങനെ അദ്ദേഹം ഒരുപാട് കാലം അള്ളാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടേയിരുന്നു. നമുക്കറിയാലോ, അള്ളാഹു സുബ്ഹാനഹു വ തആല ജവാബ് നൽകാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് ഏത് സമയത്താണെന്ന് നമുക്കറിയില്ല. അപ്പം അതുകൊണ്ട് നമ്മളെ ജീവിതത്തിലെ ഒരു പ്രയാസം അല്ലെ നമ്മളൊരാഗ്രഹം അത് ലഭിക്കാനായി അള്ളാഹിനോട് ദുആ ചെയ്തുകൊണ്ടേയിരിക്കുക. അള്ളാഹു ഉദ്ദേശിക്കുന്ന ഒരു സമയത്ത്, ഏറ്റവും ഹൈറായ സമയത്ത് അള്ളാഹു അതിന് ജവാബ് നൽകും. അത് നമ്മളെ ജീവിതത്തിന് ഹൈറായിരിക്കും. പ്രത്യക്ഷത്തിൽ നമുക്കതൊരു വലിയ ബുദ്ധിമുട്ടായി തോന്നുന്നുണ്ടെങ്കിൽ തന്നെ. അപ്പൊ ഇബ്രാഹിം നബി അലൈഹി സ്വലാം അള്ളാഹുവിനോട് നടത്തിയ ദുആ ഇതാണ്: റബ്ബി ഹബിലി മിനസ് സ്വാലിഹീൻ. അള്ളാഹുവെ, എനിക്ക് നീ സ്വാലിഹീങ്ങളായ മക്കളെ, സ്വാലിഹീങ്ങളിൽപ്പെട്ടവരെ നീ എനിക്ക് നൽകണമേ. സ്വാലിഹ് എന്ന് പറഞ്ഞാൽ ഖുർആനിൽ പ്രത്യേകം പറഞ്ഞിട്ടുള്ളൊരു പദവിയാണ്. മഅല്ലദീന അൻഅംത അലൈഹിം മിനൻ നബിയ്യീന വസ്സുദ്ദീഖീന വശുഹദാഇ വസ്വാലിഹീൻ എന്ന് കാണാം. അപ്പൊ സ്വാലിഹുകളിൽപ്പെട്ട, സത്വൃത്തന്മാരിൽപ്പെട്ട സന്തതികളെ നീ എനിക്ക് പ്രദാനം ചെയ്യണേ എന്നാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം പ്രാർത്ഥിച്ചത്. അപ്പൊ ഈ ഒരു പ്രാർത്ഥനയാണ് തീർച്ചയായും നമ്മളിൽ നിന്ന് ഉണ്ടാവേണ്ടത്. നമ്മൾ സന്താനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആൺമക്കളെ തരണേ, പെൺമക്കളെ തരണേ, പെൺകുട്ടികൾ മാത്രമുള്ള ആൾക്കാർ ആൺകുട്ടികളെ തരണേ എന്നും, ആൺകുട്ടികൾ ഉള്ളവർ പെൺമക്കളെ തരണേ എന്നൊക്കെ പ്രാർത്ഥിക്കും. പക്ഷെ ഇവിടെ ഒരുപക്ഷെ നമ്മുടെ മനസ്സിൽ ഒരു ആൺകുട്ടി ഉണ്ടായാൽ നമ്മളെ മനസ്സിൽ കുറേ സ്വപ്നങ്ങൾ ഉണ്ടാവും. ഒരു പെൺകുഞ്ഞ് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ കുറേ സ്വപ്നങ്ങൾ ഉണ്ടാവും. അപ്പം ഒരു ആൺകുട്ടിയെ ചോദിച്ചു, ഒരു പക്ഷെ ആ ആൺകുട്ടിയായിരിക്കും ജീവിതത്തിൽ ആ മാതാപിതാക്കൾക്ക് ഏറ്റവും വലിയ പരീക്ഷണമായി മാറുന്നത്. നമുക്കറിയില്ലല്ലോ. അപ്പോൾ ഒരു ആൺ പെൺ എന്നതിലുപരി സ്വാലിഹീങ്ങളായ മക്കളെ തരണേ എന്നുള്ള പ്രാർത്ഥനയാണ് പ്രധാനം. അതിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിയുടെ പ്രാർത്ഥന നമുക്ക് മാതൃകയാണ്. അപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാം അള്ളാഹുവിനോട് ദുആ ചെയ്തപ്പം ആ ദുആ അള്ളാഹു സ്വീകരിച്ചു. മുഫസ്സിറുകളൊക്കെ പറയുന്നത്, ചില റിപ്പോർട്ടുകൾ പ്രകാരമൊക്കെ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് 80 വയസ്സ് കഴിഞ്ഞിട്ടാണ് അദ്ദേഹത്തിനൊരു കുഞ്ഞ് പിറന്നത്. ഇപ്പം ഇവിടെ അള്ളാഹിനോട് അദ്ദേഹം ദുആ ചെയ്തു. തൊട്ടടുത്തായത്തിൽ എന്താ? ഫബശ്ശർനാഹു ബി ഗുലാമിൻ ഹലീം. ഫബശ്ശർനാഹു, അപ്പോൾ നാം അദ്ദേഹത്തിന് സന്തോഷ വാർത്ത അറിയിച്ചു. ബഷറ എന്ന് പറഞ്ഞാൽ സന്തോഷ വാർത്ത അറിയിച്ചു എന്നാണ്. ബിഷാറ എന്ന് പറഞ്ഞാൽ സന്തോഷ വാർത്ത. ബഷറ യുബഷിറു, യുബഷിറു എന്ന പദവും ഖുർആനിൽ നമുക്ക് കാണാൻ പറ്റും. പിന്നെ തബ്ഷീർ എന്ന് പറഞ്ഞാൽ ബഷറയുടെ ഇസ്മു മസ്ദറാണ്. മുബഷിർ എന്നൊക്കെ മക്കൾക്ക് പേരിടാറുണ്ടല്ലോ. മുബഷിർ എന്ന് പറഞ്ഞാൽ സന്തോഷ വാർത്ത അറിയിക്കുന്നവൻ എന്നാണ് അർത്ഥം. അപ്പൊ ഫബശ്ശർനാഹു, നാം അദ്ദേഹത്തിന് സന്തോഷ വാർത്ത അറിയിച്ചു. എന്തായിരുന്നു സന്തോഷ വാർത്ത? ബി ഗുലാമിൻ ഹലീം, സഹനശീലനായ ഒരു ആൺകുട്ടിയെ കൊണ്ട്. ഗുലാം എന്ന് പറഞ്ഞാൽ ആൺകുട്ടി, ബാലൻ. അപ്പൊ സഹനശീലനായ ഒരു ആൺകുട്ടി പിറക്കാനിരിക്കുന്നു എന്ന സന്തോഷ വാർത്ത അള്ളാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ അറിയിച്ചു. അപ്പൊ നമ്മളിവിടെ നോക്കുമ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാം ദുആ ചെയ്തു, ഉടനെ അള്ളാഹു ജവാബ് നൽകി എന്നാണ് കാണുന്നത്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇബ്രാഹിം നബി അലൈഹി സ്വലാം നിരന്തരം അള്ളാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടേയിരുന്നു. നമ്മുടെ ആൾക്കാരൊക്കെ ആണെങ്കിൽ അള്ളാഹിനോട് കുറച്ച് പറയും, പിന്നെ ജാറങ്ങളും മക്ബറകളും ഒക്കെ കയറിയിറങ്ങും, 100 ദർഗകളും ജാറങ്ങളൊക്കെ കയറിയിറങ്ങാൻ നേർച്ചയാക്കും. ഇങ്ങനെയൊക്കെ പല രൂപത്തിൽ ആളുകൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു സഹനശീലനായ കുഞ്ഞിനെ കൊണ്ട് അള്ളാഹു സന്തോഷ വാർത്ത അറിയിച്ചു എന്നാണ്. അപ്പൊ ഈ സന്തോഷ വാർത്ത എന്ന് പറയുന്നത് ഇസ്മായിൽ നബി അലൈഹി സ്വലാമാണ്. അതേപോലെ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ മറ്റൊരു മകൻ, മൂത്ത മകൻ ഇസ്ഹാഖ് നബി അലൈഹി സ്വലാം, അതും സന്തോഷ വാർത്തയാണ്. ലൂത്ത് നബി അലൈഹി സ്വലാമയുടെ നാട്ടിലേക്ക് മലക്കുകൾ പോകുന്ന സമയത്ത്, ജനതയെ നശിപ്പിക്കാൻ പോകുന്ന സമയത്ത് മലക്കുകൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ വീട്ടിൽ കയറുന്നുണ്ട്. തഫ്സീർ ഇബ്നു കസീറിലൊക്കെ കാണാം. ജിബ്രീൽ അലൈഹിസ്സലാം, മീകായിൽ അലൈഹിസ്സലാം, ഇസ്രാഫീൽ അലൈഹിസ്സലാം,
തുടങ്ങിയ മലക്കുകളെയാണ് അള്ളാഹു അങ്ങോട്ട് നിയോഗിച്ചതെന്നാണ്. അപ്പൊ അവര് പോകുന്ന വഴിക്ക് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ വീട്ടിൽ മനുഷ്യരൂപത്തിൽ കയറുന്ന, അവിടുന്ന് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ഒരു വീട്ടിലെ മൂരിക്കുട്ടനെ അറുത്ത് അത് ഭക്ഷണം പാകം ചെയ്ത് കൊണ്ടുവെക്കുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഖുർആൻ പറയുന്നുണ്ട്. അപ്പൊ ആ സമയത്ത് സാറയ്ക്കൊരു സന്തോഷ വാർത്ത അറിയിക്കുന്നുണ്ട്. അത് ഇസ്ഹാഖ് നബി അലൈഹി ഇസ്ലാമിനെ കൊണ്ടാണ്. അപ്പൊ രണ്ട് മക്കളും അള്ളാഹുവിന്റെ സന്തോഷ വാർത്തയാണ്. ഇവിടെ ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമാണ്, അത് ഹാജറിലാണ്. അപ്പം ഗുലാമുൻ ഹലീം എന്ന് പറഞ്ഞാൽ വിവേകശാലിയായ സഹനശീലനായ ഒരു കുട്ടി എന്നുള്ളതാണ്. അപ്പം ഫസ്റുകൾ പറയുന്നത് 86-ാമത്തെ വയസ്സിൽ, 83-ാമത്തെ വയസ്സിൽ, എന്തായാലും 80 വയസ്സ് കഴിഞ്ഞതിന് ശേഷമാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് മക്കളുടെ. അപ്പം അള്ളാഹുവിന്റെ ഖലീലായ ഒരു പ്രവാചകൻ എത്രമാത്രം ഒരു സന്താനത്തിന് വേണ്ടി തൻ്റെ ദാമ്പത്യത്തിന്റെ അവസാന ഘട്ടം വരെ കാത്തിരുന്നു എന്നതിന്റെ തെളിവാണ്. ഇത് നമുക്ക് മാതൃകയാണ്. അപ്പം ഒരു ക്ഷമ എന്ന് പറയുന്നത് ഒരു കുറഞ്ഞ കാലമല്ല, ഒരുപക്ഷെ ദീർഘമായ ഒരു കാലം ചില കാര്യങ്ങളിലൊക്കെ ക്ഷമിക്കേണ്ടി വരും. അതിനാണ് അള്ളാഹു പ്രതിഫലം നൽകുന്നത്. അങ്ങനെ ആ കുട്ടി വളർന്നു വരികയാണ്. ഇസ്മായിൽ എന്ന കുട്ടി വളർന്നു വരികയാണ്. നമ്മൾ വലിയ പെരുന്നാളൊക്കെ വരാൻ പോവാണ്. നമ്മൾ ദുൽഹിജ്ജ, ദുൽഖഅദയിലേക്ക് കടക്കുന്നു. ഹജ്ജിന്റെ മാസങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അപ്പോ ഏറ്റവും കൂടുതൽ ഓർമ്മ വരുന്ന ഒരു ആയത്താണ് ഈ സമയത്ത്. പ്രത്യേകിച്ച് ഉദഹിയത്തിന്റെ ഒക്കെ സമയം ആകാൻ പോവാണ്. അപ്പം ഈ സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ ഓർമ്മ വരുന്ന ഒരു വചനമാണിത്, ഈ 102-ാമത്തെ ആയത്ത്. فلما بلغ معه السعي قال يا بني إني أرى في المنام أني أذبحك فانظر ماذا ترى قال يا أبت افعل ما تؤمر ستجدني إن شاء الله മിനസ് സ്വാബിരീൻ. ഈ വചനാണ്. ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവുമായിരിക്കും. അതിന്റെ അർത്ഥം നോക്ക്. ഫലമ്മ ബലഗ, ബലഗ എന്ന് പറഞ്ഞാല് ബലഗ യബുലുഗു, അതാണ് അതിന്റെ മുളാരി. ബലഗ യബുലുഗു, ബുലൂഗ്, ബുലൂഗ് എത്തുക എന്ന് പറയും. അതായത് ഒരു പ്രായപൂർത്തി എത്തുക എന്നാണ് അതിന്റെ അർത്ഥം. അപ്പം ഫലമ്മ ബലഗ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഫലമ്മ ബലഗ എത്തിയപ്പോൾ, മഅഹു അദ്ദേഹത്തോടൊപ്പം, അസ്സഇയ, സഇയ എന്ന് പറഞ്ഞാൽ ഓടുക. നമ്മളിപ്പോ സഫ മർവയ്ക്കിടയിൽ ഓടുന്നതിന് സഇ എന്നാ പറയാം. അതുപോലെ സഅ എന്ന് പറഞ്ഞാല് പരിശ്രമിച്ചു എന്നർത്ഥമുണ്ട്. മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ വടി നിലത്തിട്ടതിനെ പറ്റി പറയുന്നുണ്ട്. ഫൈദാഹിയ ഹയ്യത്തുൻ തസ്ആ, അപ്പോൾ അതാ അത് ഓടുന്ന ഒരു പാമ്പായി മാറുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പൊ സഅ എന്ന് പറഞ്ഞാല് ഓടി എന്നർത്ഥമുണ്ട്, പരിശ്രമിച്ചു എന്നർത്ഥമുണ്ട്, പ്രയത്നിച്ചു എന്നർത്ഥമുണ്ട്. അപ്പൊ ഇവിടെ ആ ഒരു അർത്ഥത്തിലാണ് പ്രയത്നം. അപ്പം ആ ബാലൻ, അതായത് ഇസ്മായിൽ നബി അലൈഹിസ്സലാം തൻ്റെ കൂടെ പ്രയത്നിക്കുവാൻ പ്രായമെത്തിയപ്പോൾ, എത്തിയപ്പോൾ എന്നുകൊണ്ട് ഉദ്ദേശിച്ച പ്രായമെത്തിയപ്പോൾ, കാല, അപ്പോ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറയാണ് ആരോട്? ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനോട് പറയാണ്, യാ ബുനയ്യ, എൻ്റെ മോനെ. ഈ ബുനയ്യ എന്ന വിളിക്കൊരു പ്രത്യേകതയുണ്ട്. സാധാരണ വിളിയല്ല, സ്നേഹത്തോടു കൂടിയുള്ള വിളിക്കാണ് ആ പദം പ്രയോഗിക്കുക. യാ ബുനയ്യ, എൻ്റെ പ്രിയപ്പെട്ട മോനെ. ലുക്മാനുൽ ഹക്കീം തന്റെ മോനെ വിളിച്ചിട്ട് പറയുന്നിടത്തും കാണാം, യാ ബുനയ്യ ലാ തുശ്രിക് ബില്ല, മോനെ നീ ഷിർക്ക് ചെയ്യരുത്. അപ്പൊ യാ ബുനയ്യ, പ്രിയപ്പെട്ട മോനെ, ഇന്നി അറ, തീർച്ചയായും ഞാൻ കാണുന്നു. അറ എന്ന് പറഞ്ഞാൽ റഅ എന്ന ക്രിയയുടെ മുളാരിയാണ്. റഅ, യറ, അറ, ഞാൻ കാണുന്നു മകനെ. എവിടെ വെച്ച്? ഫിൽ മനാമി, ഉണർച്ചയിലല്ല, ഉറക്കിൽ അല്ലെങ്കിൽ സ്വപ്നത്തിൽ. മനാം എന്ന് പറഞ്ഞാൽ ഉറക്കമാണ്, ഇവിടെ ഉദ്ദേശിക്കുന്നത് സ്വപ്നമാണ്. ഞാൻ സ്വപ്നത്തിൽ കണ്ടിരിക്കുന്നു എൻ്റെ പ്രിയപ്പെട്ട മോനെ. എന്താണ് ഞാൻ എൻ്റെ സ്വപ്നത്തിൽ കണ്ടത്? അന്നീ അദ്ബഹുക്, തീർച്ചയായും നിന്നെ ബലി അറുക്കണമെന്നാണ് എനിക്ക് സ്വപ്നത്തിൽ കാണിക്കപ്പെട്ടത്.
ദബഹ എന്ന് പറഞ്ഞാൽ അറുത്തു എന്നാണ്. ദഹബ എന്ന് പറഞ്ഞാൽ പോയി എന്നാണ്. ദബഹ എന്ന് പറഞ്ഞാൽ അറുത്തു എന്നാണ്. ദബഹ യദ്ബഹു. അപ്പം അന്നി അദ്ബഹുക്ക, നിന്നെ അറുക്കണമെന്നാണ്, നിന്നെ ബലി അർപ്പിക്കണമെന്നാണ് എനിക്ക് ഉറക്കിൽ അല്ലെങ്കിൽ സ്വപ്നത്തിൽ ഞാൻ കണ്ടിട്ടുള്ളത് മോനെ. ഫൻലുർ, അതുകൊണ്ട് നീയൊന്ന് നോക്കൂ. നളറ യൻളുർ ഉൻളുർ, നീ ഒന്ന് നോക്കൂ. മാതാ തറ, എന്താണ് നിന്റെ അഭിപ്രായം, അതിനെപ്പറ്റി നിനക്ക് എന്താണ് അഭിപ്രായം പറയാനുള്ളത് എന്ന് ആര് പറഞ്ഞു? ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറയാണ്. അപ്പോൾ ഫലമ്മ ബലഗ മഅഹു സഅയ ഖാല യാ ബുനയ്യ ഇന്നി അറാ ഫിൽ മനാമി അന്നി അസ്ബഹുക ഫൻളുർ മാദാ തറ. ആ ബാലൻ തൻ്റെ കൂടെ പ്രയത്നിക്കുവാൻ പ്രായമെത്തിയപ്പോൾ അദ്ദേഹം പറയുകയാണ്, എൻ്റെ കുഞ്ഞുമോനെ, ഞാൻ നിന്നെ അറുക്കുന്നതായി ഞാൻ ഉറക്കിൽ സ്വപ്നം കാണുന്നു. അതുകൊണ്ട് അതിനെപ്പറ്റി നീ എന്താണ് അഭിപ്രായപ്പെടുന്നത് എന്ന് നീ ഒന്ന് ചിന്തിച്ചു നോക്ക്, നീ ഒന്ന് പറയ് എന്ന് പറഞ്ഞു. അപ്പോൾ അതിന് മറുപടിയായി ഇസ്മായിൽ നബി അലൈഹിസ്സലാം ഉപ്പയോട് പറയുന്ന മറുപടി, ഉപ്പയ്ക്ക് കൊടുക്കുന്ന മറുപടി ഇതാണ്. എന്താണ്? കാല യാ അബത്തി. കണ്ടോ, യാ അബത്തി എന്ന് പറഞ്ഞാല് അതിൻ്റെ അർത്ഥം എന്താ? യാ അബത്തി എന്ന് പറഞ്ഞാല് എൻ്റെ പ്രിയപ്പെട്ട പിതാവേ, എൻ്റെ പ്രിയപ്പെട്ട ഉപ്പ എന്നർത്ഥമാണ്. എൻ്റെ പ്രിയപ്പെട്ട ഉപ്പ, അതും സ്നേഹത്തിന്റെ ഭാഷയുള്ള ഒരു വിളിയാണ്. എൻ്റെ പ്രിയപ്പെട്ട ഉപ്പ. ഇഫ് അൽ മാ തുഅ്മർ. ഇഫ് അൽ എന്ന് പറഞ്ഞാൽ അങ്ങ് പ്രവർത്തിച്ചോ, അങ്ങ് ചെയ്തോ. മാ തുഅ്മർ, കൽപ്പിക്കപ്പെട്ടത്. അമറ എന്ന് പറഞ്ഞാൽ കൽപ്പിച്ചു. അമറ യഅ്മുറു എന്നുള്ളതിൻ്റെ മജ്ഹൂലായ പ്രയോഗമാണ് ഉമിറ യുഅ്മറു. പിന്നെ ഇവിടെ വന്നിരിക്കുന്നത് തുഅ്മറു എന്നാണ്. തുഅ്മറു എന്ന് വെച്ചാൽ നിന്നോട് അല്ലെങ്കിൽ താങ്കളോട്, പിതാവിനോട് പറയുമ്പോൾ താങ്കളോട് കൽപ്പിക്കപ്പെട്ടത്. അപ്പൊ എൻ്റെ ഉപ്പ താങ്കളോട് കൽപ്പിക്കപ്പെട്ടത് എന്താണോ, അത് സ്വപ്നത്തിലാവട്ടെ ഏത് നിലയ്ക്കാവട്ടെ, കൽപ്പിക്കപ്പെട്ടത് എന്താണോ അത് താങ്കൾ ചെയ്തോ. എന്നിട്ട് ഇസ്മായിൽ അലൈഹിസ്ലാം പറയാണ്, സതജിദുനി, എന്നെ താങ്കൾക്ക് കാണാം. വജദ യജിദു എന്നതാണ് ക്രിയ. സതജിദുനി, താങ്കൾക്ക് എന്നെ കാണാം. ഇൻഷാ അല്ലാ, റബ്ബ് ഉദ്ദേശിച്ചാൽ, മിനസ്വാബിരീൻ, ക്ഷമാലുക്കളിൽ, ക്ഷമ ഉള്ള ആളുകളിൽ, ക്ഷമ കാണിക്കുന്ന ആളുകളിൽ തീർച്ചയായും താങ്കൾക്ക് എന്നെ കാണാം എന്ന് ഇസ്മായിൽ അലൈഹിസ്സലാം ആരോട് പറയുന്നു? ഉപ്പയോട് പറയാണ്. അപ്പം ഈ ഒരു മറുപടി കാണുമ്പോഴാണ് എന്താണ് ഇസ്മായിൽ നബി അലൈഹി സ്വലാമിനെ പറ്റിയ ഗുലാമുൻ ഹലീം, എത്രമാത്രം ഇസ്മായിൽ നബി അലൈഹി സ്വലാം ആ ഒരു വിവേകശാലിയായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാവുന്നത്. അത്രയേറെ ആ ഒരു ചെറുപ്രായത്തിൽ തന്നെ എത്ര വിവേകത്തോടു കൂടിയാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് മറുപടി കൊടുക്കുന്നത്. ഇവിടെ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു ചെറിയ മോനാണ്. വേണമെങ്കിൽ ആ മോന് പറയാ, ഉപ്പ നിങ്ങൾ സ്വപ്നത്തിലല്ലേ കണ്ടുള്ളൂ, അതൊന്നും വിശ്വസിക്കാൻ കൊള്ളൂലല്ലോ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇസ്മായിൽ നബി അലൈഹി സ്വലാം ആ പ്രായത്തിൽ ഒരു നബി ആയിട്ടില്ല, അല്ലേ? അങ്ങനൊന്നും ആയിട്ടില്ല. അപ്പൊ ഉപ്പ നിങ്ങളൊരു സ്വപ്നത്തിൽ കണ്ടതല്ലേ എന്നൊക്കെ പറയാം. പക്ഷെ അതൊന്നും പറഞ്ഞില്ല. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ സ്വപ്നമാണ് എന്ന് പറഞ്ഞാൽ ഒരു നബിയുടെ സ്വപ്നമാണ്. അപ്പോൾ ഒരു നബിയാണ് സ്വപ്നം കാണുന്നത്. ഇതേ ഒരു സ്വപ്നം വേറൊരാൾ നമ്മൾ കാണുകയാണ്, ആരെങ്കിലും കണ്ടിട്ട് അത് അതേപടി ചെയ്യാൻ പറ്റുമോ? ഇബ്രാഹിം നബി അലൈഹി സ്വലാം സ്വപ്നം കണ്ടിട്ടില്ലേ? അപ്പൊ അതുകൊണ്ട് നമുക്കും അങ്ങനെ പറ്റൂലേ? കുറേ വർഷങ്ങൾക്ക് മുമ്പ്, എനിക്ക് തോന്നുന്നു ഒരു 10-20 വർഷത്തിന് മേലെ മുമ്പാന്ന് തോന്നുന്നുണ്ട്, നമ്മുടെ അയൽരാജ്യമായ ബംഗ്ലാദേശിൽ ഇതുപോലൊരു പള്ളി ഇമാമ് പെരുന്നാൾ നമസ്കാരത്തിന് നേതൃത്വം കൊടുത്തിട്ട് ഇതേപോലെ അയാളുടെ ഒരു മോനെ കൊണ്ടുപോയി അറുത്തു, കൊന്നു കളഞ്ഞു. അപ്പൊ അയാൾ പറഞ്ഞത് ഇബ്രാഹിം നബി അലൈഹി സ്വലാം ചെയ്ത പോലെ ചെയ്തു എന്നുള്ളതാണ്. അപ്പം അങ്ങനെയൊക്കെ ചെയ്യുന്ന അവിവേകികളുണ്ട്. അപ്പൊ ഇതൊരു നബിയുടെ സ്വപ്നമാണ്, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഞാൻ അത് കേൾക്കാൻ വേണ്ടി ഓഫാക്കാൻ വേണ്ടി ഇതാക്കിയതാണ്. അപ്പോ ഇവിടെ ഈ ആയത്തിന്റെ ആരംഭത്തിൽ സഅയ് എന്നൊരു പദമുണ്ട്. അതായത് അധ്വാനിക്കാൻ പ്രായമെത്തിയപ്പോൾ എന്ന് പറഞ്ഞതിന് 2 വ്യാഖ്യാനമുണ്ട്, നമ്മൾ മനസ്സിലാക്കുക. ഒന്ന്, ഉപജീവന മാർഗത്തിൽ, മൈഷത്തിന്റെ കാര്യത്തിൽ
ഉപ്പാനെ, അതായത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ സഹായിക്കാൻ പറ്റുന്ന ഒരു പ്രായം എത്തിയപ്പോൾ എന്നതാണ് അതിലൊരു വ്യാഖ്യാനം. രണ്ട്, മതസേവന കാര്യത്തിൽ, ദീനിന്റെ കാര്യത്തിൽ ഉപ്പയെ സഹായിക്കാൻ പറ്റുന്ന പ്രായം പിന്നെ ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിന് എത്തിയപ്പോൾ എന്നതാണ് മറ്റൊരു വ്യാഖ്യാനം. ഈ രണ്ട് വ്യാഖ്യാനവും നിലനിൽക്കുന്നുണ്ട്. അതുപോലെ ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിനോട് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം, മോനെ നിന്നെ അറുക്കണം എന്നൊക്കെ അള്ളാഹ് അങ്ങനെ പറയുന്നുണ്ട്, ഞാനത് സ്വപ്നത്തിൽ കണ്ടതാണെന്നൊക്കെ പറയുന്ന ഈ ഒരു സമയമുണ്ടല്ലോ, അത് ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിന് 13 വയസ്സ് എത്തിയ സമയത്താണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം കാര്യം പറയുന്നതെന്നാണ് മുഫസ്സിറുകൾ പറയുന്നതാണ്. 13 വയസ്സ് പ്രായത്തിയപ്പോൾ എന്നാണ്. മറ്റൊന്ന് നമ്മൾ ഇതിന്റെ കൂടെ മനസ്സിലാക്കേണ്ടത്, നബിമാരുടെ സ്വപ്നം എന്ന് പറയുന്നത് വഹിയാണ്. നബിമാരുടെ സ്വപ്നം എന്ന് പറയുന്നത് അത് വഹിയാണ്, വഹിയിന്റെ ഭാഗമാണ്. റുയൽ അംബിയ ഈ വഹി എന്നാണ്. അംബിയാക്കന്മാരുടെ സ്വപ്നം എന്ന് പറയുന്നത് വഹി തന്നെയാണ്. നമ്മളൊരു സ്വപ്നം കണ്ടിട്ട് നമ്മൾ അതുപോലെ ചെയ്താൽ അത് ശരിയാവൂല. പിന്നെ മറ്റൊന്ന്, ഒരു ഹദീസുള്ളത്, നല്ല സ്വപ്നങ്ങൾ നമ്മൾ കാണാറുണ്ട്. നമ്മുടെ മനസ്സിന് സന്തോഷവും ആനന്ദവും സുഖവും ഒക്കെ നൽകുന്ന സ്വപ്നങ്ങൾ കാണാറുണ്ട്. ആ സ്വപ്നം ചിലപ്പോൾ പുലരാറുണ്ട്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു സ്വപ്നത്തിന്റെ വ്യാഖ്യാനം ഇന്നതാണ് എന്ന് നമുക്ക് തറപ്പിച്ച് പറയാൻ പറ്റില്ല. അപ്പൊ സ്വപ്ന വ്യാഖ്യാനങ്ങളുടെ ബുക്കുകളൊക്കെ മാർക്കറ്റിലുണ്ട്. അത് വായിച്ച് നിങ്ങൾ അതുപോലെ വിശ്വസിക്കരുത്. കാരണം സ്വപ്ന വ്യാഖ്യാനം എന്ന് പറയുന്നത് അള്ളാഹു അത് പ്രത്യേകമായ ഒരു കഴിവ് നൽകിയത് യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനാണ്. അപ്പം നമുക്ക് സ്വപ്നം വ്യാഖ്യാനിക്കാൻ പറ്റില്ല. എന്തെങ്കിലും ഒന്ന് കണ്ടാൽ അത് ഇന്നതാണെന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. വിശ്വാസികളുടെ നല്ല നല്ല സ്വപ്നങ്ങൾ അത് യാഥാർത്ഥ്യമാകാറുണ്ട്. അപ്പം നല്ല സ്വപ്നം എന്ന് പറയുന്നത് ഒരു ഹദീസിൽ കാണുന്ന പ്രകാരം വഹീന്റെ 46 അംശങ്ങളിൽ ഒന്നാണ്. അത് 46 അംശങ്ങളിൽ ഒന്നാണ് എന്തിന്റെ, വഹീന്റെ എന്നാണ്. അപ്പം നല്ല സ്വപ്നവും ദുസ്വപ്നവും നമ്മൾ കാണും. നല്ല സ്വപ്നം അള്ളാഹുവിൽ നിന്നും ദുസ്വപ്നം പിശാചിൽ നിന്നുമാണ് എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. നല്ല സ്വപ്നമാണെങ്കിൽ പോലും നമ്മളത് എല്ലാവരോടും പറയാൻ പാടില്ല എന്നാണ്. നല്ല സ്വപ്നമാണെങ്കിൽ പോലും നമുക്ക് ഇഷ്ടപ്പെട്ട ആളുകളോട്, നമ്മളെ ഇഷ്ടപ്പെടുന്ന നമ്മളെ സ്നേഹിക്കുന്ന ആളുകളോടെ നമ്മൾ ആ സ്വപ്നം പങ്കുവെക്കാൻ പാടുള്ളൂ. ഇനി ദുസ്വപ്നമാണ് എങ്കിൽ ചില ആളുകൾ കണ്ട പേടിപ്പെടുത്തുന്ന സ്വപ്നങ്ങളൊക്കെ മറ്റുള്ള ആളുകളോട് പറയും. അത് ഒരാളോടും പറയാൻ പാടില്ല, കാരണം അത് പിശാചിൽ നിന്നുള്ളതാണ്. അങ്ങനെ ഒരു ദുസ്വപ്നം കണ്ടാൽ നമ്മൾ പിന്നെ അള്ളാഹുവിനോട് ശരണം തേടുകയാണ്, ഇസ്തിആത്ത് ചെയ്യുകയാണ് വേണ്ടത്. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് നമ്മൾ ഇത് പറഞ്ഞ കൂട്ടത്തിൽ ഒന്ന് മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ്. അപ്പൊ ഇസ്മായിൽ നബി അലൈഹി സ്വലാമിനെ പറ്റി അള്ളാഹു പറഞ്ഞത് ഹലീമായ വിവേകശാലിയായ ഒരു പുത്രൻ എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആനിൽ 19-ാം അധ്യായം സൂറത്ത് മറിയമിലെ 54-55 ആയത്ത്, ഈ 2 ആയത്തുകളിലായിട്ട് ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിനെ പറ്റി അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം പറയുന്നുണ്ട്. അദ്ദേഹം ഒരു റസൂലായിരുന്നു, നബിയായിരുന്നു, സ്വന്തം കുടുംബത്തോട് നിസ്കാരത്തിന്റെ വിഷയം പ്രത്യേകം കൽപ്പിക്കുന്ന ആളായിരുന്നു. വക്കാന യഅ്മുറു അഹ്ലഹു ബിസ്സലാത്തി വസ്സക്കാത്തി എന്ന് കാണാം. നമ്മുടെയൊക്കെ ചില ആളുകൾ വാപ്പിയമ്മയൊക്കെ നല്ല രൂപത്തിൽ അടക്കും, മക്കളുടെ കാര്യത്തിൽ ശ്രദ്ധിക്കില്ല. അങ്ങനെ നേരെ തിരിച്ചൊക്കെ കാണാം. പക്ഷെ കുടുംബത്തിന്റെ കാര്യത്തിൽ ദീൻ അതീവ ശ്രദ്ധയുള്ള ആളായിരുന്നു ഇസ്മായിൽ നബി അലൈഹി സ്വലാം. എന്നിട്ട് ആയത്ത് അവസാനിക്കുന്ന എങ്ങനെ വെച്ചാൽ വക്കാന ഇന്ദ റബ്ബിഹി മർളിയ, അള്ളാഹുവിന്റെ എല്ലാവിധ തൃപ്തിയും നേടിയെടുത്ത, റബ്ബിന്റെ പൂർണ്ണമായ തൃപ്തിയുള്ള ഒരു പ്രവാചകൻ കൂടിയായിരുന്നു. അപ്പൊ അതൊരു വല്ലാത്ത പ്രയോഗമാണ്, അള്ളാഹിന്റെ തൃപ്തി നേടിയെടുത്ത പ്രവാചകൻ എന്ന് പറയുന്നു. അപ്പൊ അങ്ങനെയുള്ള തൃപ്തിയും ഇഷ്ടവുമൊക്കെ നമുക്കും നേടിയെടുക്കാൻ പറ്റുന്നത് സൽക്കർമ്മങ്ങളിലൂടെയാണ്. അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ച ഭാഗം എന്ന് പറയുന്നത് ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിന്റെ ജീവിതവും ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ചില ഭാഗങ്ങളാണ്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ഹിജറ പോക്ക്, ഷാമിലേക്കുള്ള അദ്ദേഹത്തിന്റെ ഹിജറ, അതുപോലെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ റബ്ബിനോടുള്ള നിരന്തരമായ പ്രാർത്ഥന, ഒരു കുഞ്ഞുണ്ടാകാനുള്ള പ്രാർത്ഥന, അള്ളാഹുവിന്റെ സന്തോഷ വാർത്ത, ആ കുഞ്ഞ് പിറന്നപ്പോൾ ആ കുഞ്ഞിനോട് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം താൻ കണ്ട സ്വപ്നം പങ്കുവെക്കുന്നത്, ആ സ്വപ്നത്തെ പറ്റി പറഞ്ഞപ്പോൾ വളരെ വിവേകത്തോടു കൂടി ഇസ്മായിൽ നബി അലൈഹി സ്വലാം പ്രതികരിക്കുന്നത്, അതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ സൂചിപ്പിച്ചത്. ഇൻഷാ അല്ലാഹ് ഇതിൽ നിന്നൊക്കെ ഒരുപാട് പാഠങ്ങൾ ഉൾക്കൊണ്ട് ജീവിക്കാൻ നമുക്കുമുണ്ട്. ആ ഒരു സന്ദേശം ഉൾക്കൊണ്ട് നല്ല മനുഷ്യരായി, നല്ല വിശ്വാസികളായി നമ്മൾ ജീവിക്കണം. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ റബ്ബി ഹബിലി മിനസ് സാലിഹീൻ.
റബ്ബി ഹബ്ലി മിനസ് സ്വാലിഹീൻ എന്നത് നമ്മൾ ഈ ആയത്തിൽ വന്നിരിക്കുന്ന പ്രാർത്ഥനയാണ്. അപ്പോൾ ആ പ്രാർത്ഥന അതല്ലാതെ വേറൊരു പ്രാർത്ഥന ഞാൻ സൂചിപ്പിച്ചിട്ടില്ല. അപ്പോൾ ആ പ്രാർത്ഥന വളരെ പ്രധാനമാണ്. സ്വാലിഹീങ്ങളായ മക്കൾക്ക് വേണ്ടി നമ്മൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം. കാരണം മക്കൾ ആണ് പെണ്ണ് എന്നതിലുപരി പരലോകത്തൊരു ഉമ്മാക്ക് ഉപ്പാക്ക് ഉപകാരപ്പെടുന്ന മക്കള് പിറക്കുക എന്നുള്ളതാണ് പ്രധാനം. അപ്പൊ ആ മക്കൾക്ക് വേണ്ടിയാണ് നമ്മൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കേണ്ടത്. ഇൻഷാ അല്ലാഹ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അവൻ ഇഷ്ടപ്പെടുന്ന അവന്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നല്ല സ്വാലിഹീങ്ങളായ മക്കളെ അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യട്ടെ. നമുക്ക് പിറന്ന മക്കൾ അള്ളാഹു സ്വാലിഹീങ്ങളായി അവരെ വളർത്തിക്കൊണ്ട് വരട്ടെ. ഈ ആയിഷ എന്ന് പറയുന്ന ഐഡിയുള്ളൊരു സ്ത്രീ ഇത് വല്ലാതെ പിന്നെ ഓണാക്കുകയാണ് മൈക്ക്. ഞാൻ ഓഫാക്കിയിട്ട് ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇത്രയും കാര്യങ്ങളാണ് സൂചിപ്പിക്കാനുള്ളത്. അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ കുടുംബത്തിൽ ഭാര്യ സന്തതികളിൽ നിന്നുള്ള സന്തോഷത്തിന് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. റബ്ബന ഹബ്ലന മിൻ അസ്വാജിന വദുരിയാതിന ഖുർറത അയ്നിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കളിൽ നിന്നും ഇണകളിൽ നിന്നുമെല്ലാം നീ ഞങ്ങൾക്ക് കൺകുളിർമ പ്രദാനം ചെയ്യണേ. വിശ്വാസികളായ ആളുകൾക്ക് ഞങ്ങളെ നീ മാതൃകയാക്കണമേ. മുത്തഖീങ്ങൾക്ക് മാതൃകയാക്കണേ എന്നുള്ളതാണ്. നല്ല നല്ല പ്രാർത്ഥനകളുണ്ട്. ആ പ്രാർത്ഥനകളൊക്കെ കൈവിടാതെ കാത്തു സൂക്ഷിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന അവന്റെ ഇഷ്ടദാസന്മാരിൽ നമ്മെല്ലാം ഉൾപ്പെടുത്തി റബ്ബ് അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസ്വഹ്ബിഹി വസല്ലം. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.